ആദ്യം തന്നെ പറയട്ടെ, ഒരു വെടിക്കെട്ടപകടത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ ഉള്ള ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷേ ഒരു മുൻ അനുഭവം ഓർമ്മയിലുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണ ആവശ്യത്തിന് ഒരു പടക്ക നിർമ്മാണശാല ചിത്രീകരിക്കേണ്ടതായ ആവശ്യം വന്നു. പാലക്കാട് ജില്ലയിലായിരുന്നു. ആ സിനിമയിലെ ഗാനരംഗത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ള കുറച്ച് ഷോട്ടുകൾ മതി. ചെറിയ പാടമാണ്, സെറ്റിട്ടാൽ നഷ്ടമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ പടക്കശാല അവർക്ക് ചെറിയൊരു തുക സമ്മാനമായി നൽകിക്കൊണ്ട് ചിത്രീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ അനുവാദം ചോദിച്ച് ഒരു പടക്കശാലയിലെത്തി. അവിടുത്തെ കാരണവരായ ഒരാൾ സമ്മതം പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായ വിദ്യാസമ്പന്നനായ ഒരാൾ തീർത്തു പറഞ്ഞു നടക്കില്ലെന്ന്. നിങ്ങൾ എത്ര പണം തന്നാലും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒടുവിൽ ഞങ്ങൾ ഒരു 50 മീറ്റർ അകലെ നിന്ന് ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ സമ്മതിച്ചില്ല. അന്ന് അയാൾ പറഞ്ഞ മറുപടി ഞങ്ങളെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. അയാൾ പറഞ്ഞതങ്ങനെ, ചേട്ടാ, നിങ്ങൾ ബാക്കിയെല്ലാം ശ്രദ്ധിക്കുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ക്യാമറയിൽ ലെൻസുകൾ ഉണ്ടല്ലോ, നിങ്ങളത് ഇടയ്ക്ക് ഊരുകയും ഇടുകയും ഒക്കെ ചെയ്യും. ആ സമയത്ത് അതിലൂടെ പതിയുന്ന സൂര്യപ്രകാശം ഒരു നിമിഷത്തേക്ക് നിങ്ങളറിയാതെ ചിലപ്പോൾ ഈ സാധനങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് പതിച്ചാൽ പോരെ തീ പിടിക്കാൻ. ശരിക്കും ഞങ്ങളാരും ചിന്തിക്കാതിരുന്നൊരു കാര്യമാണ് വിദ്യാസമ്പന്നനായ ആ പയ്യൻ അന്ന് ചോദിച്ചത്. സത്യമാണ്, അത് നമുക്ക് ഉറപ്പു പറയാനാവില്ല. ഞങ്ങൾ പിൻവാങ്ങി. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന അപകടത്തിന് തൊട്ടു മുൻപ് പ്രമുഖ ചാനൽ ഉൾപ്പെടെ അതീവ സുരക്ഷിതമായ ആ ഇടത്ത് ചിത്രീകരണം നടത്തിയത് ചിന്തിക്കുന്ന നേരം ഈ സംഭവമാണ് ഓർമ്മയിൽ വന്നത്. അവരുടെ കയ്യിലും ക്യാമറകൾ ഉണ്ടായിരുന്നു, തീ പിടിക്കാൻ ശേഷിയുള്ള ലെൻസുകളും. ഒരു സാധ്യതയും എഴുതി തള്ളാനാവില്ലല്ലോ. ജീവിതം പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്. കിട്ടിയ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോകും, ഒരടയാളവും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ കുട്ടിക്കാലത്ത് വീണതിന്റെ മുറിപ്പാട് അവിടെ കിടക്കും. സന്തോഷങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സങ്കടങ്ങൾ അങ്ങനല്ല, ജീവിതം പഠിച്ചു. നല്ല ചിന്ത. ഒരു ദരിദ്ര യുവാവ് വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. അതുവഴി വന്ന ഒരു ധനികൻ, നിനക്ക് പോയി വല്ല പണിയും ചെയ്ത് ജീവിച്ചുകൂടേടാ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ ഭിക്ഷാപാത്രം ചവിട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയി. എന്നാൽ ഏതാനും മീറ്റർ ദൂരെ എത്തിയപ്പോൾ ഒരു കാർ ആ ധനാഢ്യനെ ഇടിച്ചു തെറിപ്പിച്ചു. അയാൾ തൊട്ടടുത്തുള്ള ഓടയിൽ ചെന്ന് വീണു. പെട്ടെന്ന് ആ ഭിക്ഷക്കാരൻ ഓടിച്ചെന്ന് ആ ധനികനെ ഓടയിൽ നിന്ന് പൊക്കിയെടുത്ത് റോഡിൽ കിടത്തിയിട്ട് ഒരു കാർ കൈകാട്ടി നിർത്തി ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാളുടെ മുറിവുകളും ഫ്രാക്ചറും കാരണം ഒരു സർജറി ആവശ്യമായി വന്നു. അതിന് ഉടനെ തന്നെ കുറച്ച് ബ്ലഡ് ആവശ്യമായിരുന്നു. ഈ ഭിക്ഷക്കാരനാണ് അയാൾക്ക് ആവശ്യമായ രക്തം നൽകിയത്. അങ്ങനെ സർജറി കഴിഞ്ഞു. ചില നാളുകൾക്ക് ശേഷം അയാൾ വീട്ടിലേക്ക് മടങ്ങി. ചില മാസങ്ങൾക്ക് ശേഷം ആ ധനികൻ ഭിക്ഷക്കാരനെ കണ്ട് മാപ്പ് ചോദിക്കുകയും തൻ്റെ എസ്റ്റേറ്റിൽ ഒരു സൂപ്പർവൈസറായി നിയമിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന്, ധനാഢ്യരുടെ ഹുങ്ക്. എളിയവരോടുള്ള ഇടപാടുകളിൽ ധനികർ മിക്കപ്പോഴും ഹുങ്കുള്ളവരായിട്ടത്രേ കാണപ്പെടുന്നത്. ഈ ഭിക്ഷക്കാരനെ പോയി തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചത് അയാളുടെ ഹുങ്ക് കാരണമാണ്. രണ്ടാമതായി, നന്മ ചെയ്യുവാനുള്ള മടി. ജോലിയില്ലാത്ത ആ ദരിദ്രന് നേരത്തെ തന്നെ അയാളുടെ എസ്റ്റേറ്റിൽ ഒരു ജോലി നൽകുവാൻ ആ ധനികന് കഴിയുമായിരുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറായില്ല. മിക്കവരും അങ്ങനെയാണ്. തങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സില്ലാതെ എളിയവരെ അപഹസിക്കാറുണ്ട്. അവർക്ക് ഇതേപോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ
മാത്രമേ നന്മ ചെയ്യുവാൻ ഇടയാവുകയുള്ളൂ. എന്നാൽ അതിലും പരിതാപകരമായ ഒരു കാര്യം, ചിലർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കി നന്മ ചെയ്യുവാൻ മടിക്കുന്നവരായി കാണപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം, ഭിക്ഷക്കാരൻ്റെ സന്മനസ്. യാതൊരു പ്രതികാര വഞ്ചയും കൂടാതെ ആ ധനികനെ സഹായിക്കുവാൻ ആ ഭിക്ഷക്കാരന് സാധിച്ചു. ഏതു സാഹചര്യത്തിലും നന്മ ചെയ്യുവാൻ മനസ്സുള്ളവർക്ക് അനുഗ്രഹങ്ങളും ഉണ്ടാവും. ആകയാൽ ഹുങ്കും പ്രതികാര വഞ്ചയും ഉപേക്ഷിച്ച് ആർക്കും നന്മ ചെയ്യുന്നതിന് നമുക്കും പരിശ്രമിക്കാം. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്മ വരട്ടെ. ഗുഡ് നൈറ്റ്.